ഹലോ തേർഡ് സ്റ്റാൻഡേർഡിലെ EVS പോർഷൻസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് അവർ ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം, ഒരു വീട്, ആ വീട്ടിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഒരു ഫാമിലി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന കുറേ ഫാമിലികൾ ചേർന്നിട്ടുള്ള ഒരു സമൂഹത്തിനെയാണ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. പല പല ഫാമിലീസും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവരെങ്ങനെയാണ് പല പല സസ്യങ്ങളെയും വളർത്തുന്നതും പിന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്നതും പിന്നെ അതിൽ നിന്ന് അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതും അത് എത്ര നന്നായിട്ടാണ് അവർ ഉപയോഗിക്കുന്നതെന്നും പിന്നെ അവരുടെ പരിസരം എങ്ങനെ വൃത്തിയാക്കി വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ യൂണിറ്റ് 1 3 ചാപ്റ്ററുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ആ ചാപ്റ്ററിൽ തന്നെ പഠിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. പ്ലേയിങ് ടുഗദർ, ഒരുമിച്ച് കളിക്കുക. നമസ്തേ, വെൽക്കം ടു മൈ ഹോം. മൈ നെയിം ഈസ് ബേല. ബേലയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ആരാണ് ബേല? ഇതാണ് ബേല. ബേല എന്താ പറയുന്നത് നോക്കണ്ടേ? ഐ ഹാവ് 2 ബ്രദേഴ്സ്, ബങ്കുബയ്യ ആൻഡ് ലിറ്റിൽ ബിഷു. എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്. ഒന്ന് ബങ്കുബയ്യ, പിന്നെ ഇതാ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ലിറ്റിൽ ബിഷു. വി എൻജോയ് പ്ലേയിങ് ചുപ്പൻ ചുപ്പി ഔട്ട്സൈഡ് ടുഗെദർ. ഡു യു നോ ഹൗ ടു പ്ലേ ചുപ്പൻ ചുപ്പി? എന്താണ് ചുപ്പൻ ചുപ്പി? ഹൈഡ് ആൻഡ് സീക്ക്. അപ്പൊ ബേല പറയുന്നത് ഞങ്ങൾക്ക് വീടിന്റെ പുറത്ത് ചുപ്പൻ ചുപ്പി, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അറിയാമോ എങ്ങനെയാ ചുപ്പൻ ചുപ്പി കളിക്കുക എന്ന്? അറ്റ് ഹോം വി ഓൾ ലവ് ടു പ്ലേ പീക്കബൂ വിത്ത് ബിഷു. ബിഷു ചെറിയ കുട്ടിയാണല്ലേ, അപ്പൊ വീട്ടില് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുഞ്ഞു വാവയുടെ അടുത്ത് പീക്കബൂ എന്ന് പറഞ്ഞ് കളിക്കാൻ. വി പ്ലേ ഇറ്റ് ഇൻ ദ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ് അവർ ഹൗസ്. വീടിന്റെ പുറത്തുള്ള ഓപ്പൺ സ്പേസിലാണ് നമ്മൾ ബിഷുവിന്റെ കൂടെ കളിക്കാറ്. വി ഹാവ് പ്ലാന്റഡ് എ ഗാർഡൻ വിത്ത് സെവറൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അവർ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് നൈബേഴ്സ് ഓൾസോ വിസിറ്റ് അവർ ഗാർഡൻ. ഞങ്ങളുടെ വീട്ടില് കുറേ ഭംഗിയുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് നട്ടു വളർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും നെയ്ബേഴ്സും ഒക്കെ അതെല്ലാം കാണാൻ ഞങ്ങളുടെ ഗാർഡനിലേക്ക് വരാറുണ്ട്. They sit, talk, share jokes and laugh together. Sometimes when my father and mother are tired after a hard day's work, they sit and relax here too. ഞങ്ങളുടെ ഗാർഡനിലേക്ക് നെയ്ബേഴ്സ് ഒക്കെ പൂക്കളൊക്കെ കാണാൻ വന്നു കഴിഞ്ഞാൽ അവരിവിടെ കുറേ സമയം ഇരുന്ന് ഞങ്ങളോടൊക്കെ സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് പോവാറുള്ളൂ. അതേപോലെ തന്നെ ചില ദിവസങ്ങളിൽ മൈ ഫാദർ ആൻഡ് മദർ ആർ ടയേർഡ് ആഫ്റ്റർ ഹാർഡ് ഡേയ്സ് വർക്ക്. ഒരു ദിവസത്തെ മുഴുവൻ ജോലിയും കഴിഞ്ഞ് അച്ഛനും അമ്മയൊക്കെ ക്ഷീണിച്ച് വരുമ്പം അവരും റിലാക്സ് ചെയ്യാൻ വേണ്ടി ഈ ഗാർഡനിൽ ഇരിക്കാറുണ്ട്. ഓൾ ഓഫ് us എൻജോയ് സ്പെൻഡിങ് അവർ ഈവനിങ് ടുഗദർ. വൈകുന്നേരങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. Peekaboo is a game played with a young child which involves hiding and suddenly reappearing saying peekaboo. കുഞ്ഞുവാവയുടെ കൂടെ പിക്കബൂ കളിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാ പിക്കബൂ കളിക്കുക? വാവയുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യും, എന്നിട്ടോ പെട്ടെന്ന് മുന്നിലേക്ക് ചാടി വന്നിട്ട് പറയും പിക്കബൂ. അപ്പൊ വാവ നന്നായിട്ട് ചിരിക്കും. സിംഗിങ് ടുഗദർ. നേരത്തെ പ്ലേയിങ് ടുഗദർ ആയിരുന്നു, എല്ലാവരും ഒരുമിച്ച് കളിക്കുന്നതായിരുന്നു. ഇപ്പൊ ഇനി സിംഗിങ് ടുഗദർ, പാട്ട് പാടുകയാണ് ഒരുമിച്ച്. ഓൺ റെയിനി ഡേയ്സ് വി സിറ്റ് അണ്ടർ സ്മോൾ ഷെൽട്ടർ വി ഹാവ് ക്രിയേറ്റഡ് ഇൻ ദ ഗാർഡൻ. ചെറിയൊരു ഷെൽട്ടർ, അതായത് ചെറിയൊരു പന്തല് പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ മഴയാവുന്ന സമയത്ത് എല്ലാവരും അതിൻ്റെ അടിയിലിരിക്കും. എന്നിട്ടോ ഇറ്റ്സ് ഗ്രേറ്റ് ഫൺ ടു സിറ്റ് ഔട്ട്സൈഡ് വെൻ ഇറ്റ് റെയിൻസ്. പുറത്ത് മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ഥലത്തിരിക്കാൻ നല്ല ഫണ്ണാണ്. വി പ്ലേ ഗെയിംസ് ലൈക്ക് അന്താക്ഷരി ആൻഡ് സ്നേക്ക് ആൻഡ് ലാഡേഴ്സ്. അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അന്താക്ഷരിയും സ്നേക്ക് ആൻഡ് ലാഡേഴ്സും ഒക്കെ കളിക്കാറുണ്ട്.
My mother and grandmother, whom we call Dadi ji, make hot pakoras and tea during the rains. നല്ല തണുത്ത മഴ പെയ്യുന്ന സമയത്ത് അമ്മയും ദാദിജിയും ഹോട്ട് പക്കോഡാസ് ആൻഡ് ടീസ് എല്ലാം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവരും. All of us, including our grandparents, sit together and enjoy pakoras. ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഗ്രാൻഡ് പേരൻസും അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്നിട്ട് മഴയത്ത് ഇതേ സ്ഥലത്ത് ഇരുന്നിട്ട് ടീയും പക്കോഡാസും ഒക്കെ കഴിക്കും. Many times my Dadiji sings song about the rain. അധിക സമയവും ഇങ്ങനെ മഴയുടെ അടിയിൽ ഇരിക്കുന്ന സമയത്ത് ദാദിജി മഴയെ പറ്റിയുള്ള പാട്ടുകൾ പാടും. She has taught us a few of songs, so we join in the singing too. മുത്തശ്ശി ഒറ്റയ്ക്ക് പാടുക മാത്രമല്ല, ഞങ്ങളെയും കുറച്ച് പാട്ടുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുത്തശ്ശി പാടാൻ തുടങ്ങുമ്പോൾ ഞങ്ങളും കൂടെ പാടും. A rain song. മുത്തശ്ശി പഠിപ്പിച്ചു തന്നൊരു റെയിൻ സോങ് ആയിരിക്കും അല്ലേ ഇത്? നോക്കാം. Look at the dark clouds in the sky. The rain will come by and by. Oh, how we love to soak in the rain. See raindrops on the window panes. Paper boats we see in the puddles. Birds on the trees together huddled. Peacocks dance with feathers bright. Oh, what a beautiful rainy sight. നല്ല ഒരു റെയിൻ സോങ് ആണ് ഇത്. ഞങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടാറുണ്ടെന്നാണ് ബേല പറയുന്നത്. ചാപ്റ്ററിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ? എന്തൊക്കെയാ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. Who are the members in Bela's family? ബേലയുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? Bela's family members are Bela, Banku Bhaiya, Bishu, her mother, her father, her grandmother Dadiji, her grandfather Dadaji, and their pet dog Shiru. What do you and your family members do when it rains? മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ കൂടെ എന്താണ് ചെയ്യാറ്? നിങ്ങൾ എന്താ ചെയ്യാറ് എന്നുള്ളത് എഴുതണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. My family and I enjoy playing games and having hot snacks when it rains. Can you think of a rain song and sing it with your friends in the class? A simple rain song is, ഇതെല്ലാവർക്കും അറിയുന്ന റെയിൻ സോങ് ആണല്ലേ? Rain, rain, go away, come again another day. Little Johnny wants to play. Rain, rain, go away. ഫ്രണ്ട്സിന്റെ കൂടെ പാടണം കേട്ടോ. Write the names of your family members in the table below. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഉർമിള. ഉർമിള എന്ന് പറഞ്ഞ പേരാണ്. റിലേഷൻഷിപ്പ് വിത്ത് യു. ഉർമിള എന്ന് പറഞ്ഞ മദർ സിസ്റ്റർ ആണ്. യു കോൾ ദം, യു അഡ്രസ് ദം ആസ് മോസി. ഇതേപോലെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരുകൾ എഴുതി നോക്കൂ. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫാമിലി മെമ്പേഴ്സിന്റെ പേര് വേണം നിങ്ങളുടെ ബുക്കിൽ എഴുതാൻ കേട്ടോ. രേഖ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് മദറിനെ എന്താ വിളിക്കുക? അമ്മമ്മ അല്ലെങ്കിൽ അച്ഛമ്മ. എന്താണോ നിങ്ങൾ വിളിക്കുന്നത് അത് അവിടെ എഴുതാം. രാജേഷ് ഫാദർ അച്ഛൻ. സുനിത മദർ അമ്മ. കൃഷ്ണൻ ഗ്രാൻഡ് ഫാദർ അച്ഛൻ. ലത ഫാദർ സിസ്റ്റർ വല്യമ്മ. രമേഷ് മദേഴ്സ് ബ്രദർ മാമൻ. പ്രിയ മദേഴ്സ് സിസ്റ്റർ മേമ. ഇത് എക്സാമ്പിൾ ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. Laughing together. My Dadaji, grandfather, has taught Banku and me games that he used to play with his friends when he was our age. എൻ്റെ ദാദാജി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്, ഞങ്ങളുടെ ഏജ് ആയിരുന്ന സമയത്ത് പണ്ട് കളിച്ചിരുന്ന ഗെയിംസ് ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. He joined us in some of our games too. അതുമാത്രല്ല, ഞങ്ങൾ പല കളികളും കളിക്കുമ്പോൾ അതിൽ ചിലതിലൊക്കെ ഞങ്ങളുടെ ദാദാജി ഞങ്ങളുടെ കൂടെ കൂടാറുണ്ട്. ഷിരു joins us and runs around, barking and wagging his tail with joy.
ഇവരുടെ പെറ്റാണ്, ഈ ഒരു ഫാമിലിയിലുള്ള പെറ്റാണ് ഷിരു എന്ന ഡോഗ്. ഷിരു ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ അവർ ഹോം. ഷിരുവിന് ഞങ്ങളുടെ വീട്ടിൽ സ്പെഷ്യൽ ആയിട്ടൊരു പ്ലേസ് ഉണ്ട്. ഹി ഈസ് എ മെമ്പർ ഓഫ് അവർ ഫാമിലി. അവനും ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. Our friends love to play with him too. ഞങ്ങളുടെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന അവർക്കും ഷിരുവിന്റെ കൂടെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ബങ്കു ആൻഡ് ബേല നെവർ ഹെർട്ട് ഷിരു. ബങ്കുവും ബേലയും ഒരിക്കലും ഷിരുവിനെ ഹേർട്ട് ചെയ്യേയില്ല. ദേ ഷെയർ ദെയർ ഫുഡ് വിത്ത് ഷിരു. അവര് അവരുടെ ഭക്ഷണമൊക്കെ ഷിരുവായിട്ട് ഷെയർ ചെയ്യും. Do you know what games your grandparents used to play when they were young? നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കണം, അവര് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് അവരെന്തൊക്കെ ഗെയിംസ് കളിച്ചിരുന്നു എന്ന്. ഓക്കെ. ടൈപ്സ് ഓഫ് ഫാമിലീസ്. ഫാമിലീസ് ആർ ബിഗ്, ഫാമിലീസ് ആർ സ്മോൾ, ഫാമിലീസ് ആർ ഡിഫറെന്റ് ആൻഡ് വി ലവ് ദം ഓൾ. There are parents in a family and children too, and of course grandparents and others too. Can you tell who? വലിയ ഫാമിലി ഉണ്ട്, ചെറിയ ഫാമിലി ഉണ്ട്. എല്ലാ ഫാമിലീസും ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമുക്ക് അവരെയൊക്കെ ഇഷ്ടമാണ്. There are parents, of course, പേരൻസ് ഉണ്ട് ഫാമിലിയില്, കുട്ടികളുണ്ട് ഫാമിലിയില്, ഗ്രാൻഡ് പേരൻസ് ഉണ്ട് ഫാമിലിയില്, പിന്നെ ഇനി ഇതൊന്നും അല്ലാതെ വേറെയും ആൾക്കാരുണ്ട് ഫാമിലിയില്. Can you tell who? Families are people who care about you. My family is special and yours is too. ഫാമിലി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഹു കെയർ അബൌട്ട് യു. നിങ്ങളെ പറ്റി കെയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ ഫാമിലി. എൻ്റെ ഫാമിലി വളരെ സ്പെഷ്യലാണ്, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയും സ്പെഷ്യലാണ്. Would you call Bela's family a big family or a small family? ബേലയുടെ ഫാമിലി നോക്കിയേ, അത് ബിഗ് ഫാമിലി ആണോ സ്മോൾ ഫാമിലി ആണോ? ബേലയുടെ ഫാമിലി ബിഗ് ഫാമിലി ആണ് അല്ലേ, കുറേ പേരുണ്ട് ഈ ഫാമിലിയിൽ. സ്മോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ പേരൻസും കുട്ടികളും മാത്രമുള്ള ഫാമിലിയാണ് സ്മോൾ ഫാമിലി. A family can have a few or many members. ഒരു ഫാമിലിയിൽ കുറച്ച് മെമ്പേഴ്സും അല്ലെങ്കിൽ കുറേ മെമ്പേഴ്സും ഉണ്ടാവാം. If you look around in your neighborhood, you will find many types of family. നിങ്ങൾ നിങ്ങളുടെ അടുത്ത വീടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ വേറെ തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിലീസിനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്കസ്. വാട്ട് ഗെയിംസ് ഡു യു പ്ലേ വിത്ത് എൽഡേഴ്സ് ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി? നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള എൽഡേഴ്സ് ആയിട്ട് എന്തൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട്? നിങ്ങൾ മേ ബി ചെസ് കളിക്കാറുണ്ടാവും, സ്നേക്സ് ആൻഡ് ലേഡർ കളിക്കാറുണ്ടാവും, അങ്ങനത്തെ ബോർഡ് ഗെയിംസ് കളിക്കാറുണ്ടാവും, അല്ലെങ്കിലോ അന്താക്ഷരി പോലത്തെ പാട്ട് പാടുന്ന കളികളും കളിക്കാറുണ്ടാവും. വിച്ച് ആനിമൽസ് കം ടു യുവർ ഹോം ഓർ യുവർ നെയ്ബർഹുഡ്? നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ആനിമൽസ് വരാറുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത വീടുകളിലോ ഏതെങ്കിലും ആനിമൽസ് ഉണ്ടോ? അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. Have you ever shared food with the animals who comes to your home? നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ആനിമൽസിന് നിങ്ങൾ ഫുഡ് ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇനി അങ്ങനെ ഫുഡ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക. ഓക്കെ. Why do you think we should not hurt or tease animals? നമ്മൾ ആനിമൽസിനെ ടീസ് ചെയ്യോ ഹേർട്ട് ചെയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഡിസ്കസ് ചെയ്യണം. ആനിമൽസും നമ്മളെ പോലെയുള്ള ജീവികളാണല്ലേ. നമ്മളെ ആരെങ്കിലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കില്ലേ? അതുപോലെ തന്നെയാണ് ആനിമൽസിനും. നമ്മൾ അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ അവര് വന്ന് കടിക്കും, അല്ലെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കും. അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ അവരെ എപ്പോഴും സ്നേഹത്തോടെ നോക്കുക. അവരൊരിക്കലും ടീസ് ചെയ്യോ വിഷമിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. Our family members, friends, neighbors and relatives love us, care for us and support us. നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമ്മുടെ ഫ്രണ്ട്സും പിന്നെ നമ്മുടെ നെയ്ബേഴ്സും റിലേറ്റീവ്സും ഒക്കെ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്ത് കാര്യത്തിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും.
There can be parents. ഒരു ഫാമിലിൻ്റെ അകത്ത് മദർ ആൻഡ് ഫാദർ, അതാണ് പേരൻസ്. ഗ്രാൻഡ് പേരൻസ്, ദാദിജി ആൻഡ് ദാദാജി. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ലൈക്ക് ബങ്കു ആൻഡ് ബേല. ബങ്കു ബ്രദർ ആണ്, ബേല സിസ്റ്റർ ആണ് അല്ലേ? ആൻഡ് അതർ എൽഡേഴ്സ് ഇൻ എ ഫാമിലി. അത് മാത്രമല്ല, അല്ലാണ്ടും വലിയ ആൾക്കാർ ഈ ഫാമിലിയിൽ ഉണ്ടാവും. എവ്രി വൺ ലവ്സ് ഈച്ച് അതർ ആൻഡ് ടേക്ക് കെയർ ഓഫ് ഈച്ച് അതർ. ഫാമിലിക്കുള്ളിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ചെയ്യും, മറ്റുള്ളവരെയൊക്കെ സഹായിക്കും, കെയർ ചെയ്യും ഒക്കെ ചെയ്യും. ഫാമിലീസ് ഓൾസോ ലവ് ആൻഡ് കെയർ ഫോർ ആനിമൽസ്, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ഫാമിലീസ് ആൾക്കാരെ മാത്രമല്ല, ആനിമൽസിനെയും ട്രീസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യും. Animals like cow, buffaloes, dogs, parrots, cats and goats can also be part of a family. Animals like cows, പശുക്കള്, ബഫലോസ്, എരുമകള്, ഡോഗ്സ്, പട്ടികള്, പാരറ്റ്സ്, തത്തകള്, കാറ്റ്സ്, പൂച്ചകള്, പിന്നെ ഗോഡ്സ്, ആടുകള്, ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലെ ഒരു ഭാഗമാവാൻ പറ്റും. We should be loving and caring towards animals the way Bela and Bangu are towards their pet Shiru. നമ്മൾ ഓരോരുത്തരും ആനിമൽസിനോട് സ്നേഹവും കൈൻഡ്നെസ്സും ഉള്ള ആൾക്കാരായിരിക്കണം. ആരെപ്പോലെ? ബേലയും ബങ്കുവയും പോലെ. അവരവരുടെ പെറ്റ് ഷീരുവിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഹെൽപ്പിംഗ് ഈച്ച് അതർ. ടിക്ക് ആൻഡ് കളർ ആക്ടിവിറ്റീസ് ദാറ്റ് യു സീ ഇൻ യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയിൽ ഗ്രാൻഡ് മദർ കുട്ടിക്ക് മുടി കെട്ടി കൊടുക്കാറുണ്ടോ? ഉണ്ടാവും അല്ലേ? അച്ഛൻ ഡ്രസ്സൊക്കെ ആറിടാറുണ്ടോ? ഉണ്ട്. പിന്നെ ഗ്രാൻഡ് ഫാദർ നിങ്ങളെ കുളിപ്പിച്ചു തരാറുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ ടിക്ക് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഒരാൾക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ കുക്ക് ചെയ്യാറും ബ്രദർ അതിന് സഹായിക്കാറും ഒക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുകയും കഥ പറയുകയും പുസ്തകങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു ലോങ് ചാപ്റ്റർ ആയതുകൊണ്ട് വീഡിയോക്ക് ലെങ്ത് വളരെ കൂടുമെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ഇതുവരെയുള്ള പോർഷൻ നോക്കിയതിന് ശേഷം അടുത്ത ഭാഗം നിർബന്ധമായിട്ടും പോയി നോക്കുക. അടുത്ത പാർട്ടിൽ കാണാം. അതുവരേക്കും ബൈ.